നിങ്ങൾ ദുബായിൽ സെറ്റിൽഡ് ആയോ? ഇനി ദുബായിലാണോ താമസം? ഇനി തിരിച്ച് നാട്ടിലോട്ട് വരത്തില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ മെസ്സേജ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് കുറച്ച് ഫ്രണ്ട്സ്. അപ്പോൾ അതെല്ലാം നമ്മൾ വഴിയെ പറയാം. നമ്മളിപ്പോൾ ഉള്ളത് ദുബായിൽ നിന്ന് ഷാർജയിലാണ് കേട്ടോ. ഷാർജയിലാണ് നമ്മുടെ അനിയൻ താമസിക്കുന്നത്. അവിടെയാണ് ഞങ്ങളിപ്പോൾ വന്നിരിക്കുന്നത്. അനിയൻ എന്ന് പറയുമ്പോൾ എൻ്റെ കൊച്ചുമ്മാടെ മോനും വൈഫുമാണ്. അങ്ങനെ നോമ്പ് തുറന്നു കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലും പിന്നെ തൊട്ടടുത്തുള്ള ഒരു പാർക്കിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. പിള്ളേരുടെ പാർക്കായതുകൊണ്ട് എന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളും പിന്നെ ഇത് കൂട്ടം കണ്ടപ്പം വിട്ടില്ല. മാക്സിമം അവൻ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. അവന് വേണ്ടുന്നതിലെല്ലാം കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നല്ല രസമാണ് ഒരു ഈവനിങ് ടൈം ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യാൻ നല്ല രസമാണ്. നമ്മൾ ആദ്യമായിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര കൗതുകം തോന്നി. പിന്നെ അതുകൊണ്ട് ഈ ഒരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പം ഞാനും ആമിയും ഐതുക്കുട്ടനെ കൊണ്ട് ഇതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേതോ ഒരു പടത്തിലൊക്കെ നമ്മൾ ഈ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടാണ് ഇത് കയറുന്നതും കാണുന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കണ്ട് ഇവിടെ ഇങ്ങനെ വൈബടിച്ച് നിൽക്കുകയാണ് കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ ഇവിടുത്തെ ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഇവിടുത്തെ ഒരു സ്പെഷ്യലായിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞ് എനിക്ക് മറന്നുപോയി. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു സാധനം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താണ്ട് പിന്നെ അടുത്ത ഹൈപ്പർ മാർക്കറ്റിലോട്ടൊക്കെ ഒന്ന് കയറാനായിട്ട്. അപ്പോൾ ഇതാണ് നെഫിനും സിബിനായി എൻ്റെ കൊച്ചുമ്മാടെ മോനാണ്. അപ്പോൾ ഇവൻ്റെ കൂടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വന്നത് കേട്ടോ. അങ്ങനെ നല്ല രസമായിരുന്നു അവരുടെ കൂടെ ഒരു സ്റ്റേയും കാര്യങ്ങളും എല്ലാം. അപ്പം എന്താണ്ട് അവിടുത്തെ ഒരു കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഓരോ ചായയൊക്കെ കുടിക്കാനായിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ ചായക്കടയിലൊക്കെ കയറി. ആക്ച്വലി ദുബായിലല്ല, നമ്മൾ ഷാർജയിലാണ് കേട്ടോ. ഷാർജയിൽ നിന്ന് ദുബായിലോട്ട് ഏകദേശം ഒരു അരമണിക്കൂർ യാത്രയുണ്ട്. എന്നാലും ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ അടിപൊളിയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ഗ്ലോബൽ വില്ലേജിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണേണ്ട കാഴ്ച തന്നെയാണ്. നിങ്ങൾ ദുബായിൽ വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്ലോബൽ വില്ലേജ് ഓപ്പൺ ആയിട്ടുള്ള ടൈമിൽ വരിക, അടിപൊളിയാണ്. ഈ ഒരു കാഴ്ച ആരും മിസ് ചെയ്ത്. ഇവിടുത്തെ ഓരോ കാഴ്ചകളും എന്താ പറയുക, ഇവിടുത്തെ ഓരോ കാഴ്ചകളും അതിമനോഹരമാണ് കേട്ടോ. നമുക്ക് ഓൾ വേൾഡിലെ എല്ലാ കാഴ്ചകളും നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. പല പല രാജ്യങ്ങളിലെ ഫുഡുകളാണെങ്കിലും അവരുടെ കൾച്ചറുകളാണെങ്കിലും അവരുടെ ഡ്രസ്സുകളാണെങ്കിലും അവരുടെ ട്രഡീഷൻസ് എല്ലാം നമുക്ക് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. എന്നെ കൂടി പറ്റുന്ന രീതിയിൽ ഞാൻ എല്ലാം വീഡിയോയിൽ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പർച്ചേസിങ്ങിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ വാങ്ങേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ അടിച്ചേക്കും. അതുപോലത്തെ ഐറ്റംസ് ആണ് ഇവിടെ എല്ലാം ഉള്ളത്. പിന്നെ പൈസ നോക്കി കൈകാര്യം ചെയ്തില്ലെങ്കിൽ പൈസ പോണ വഴി അറിയത്തില്ല കേട്ടോ. അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ് ദുബായിലെ ലൈഫ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പൈസ നമ്മൾ നോക്കി കൈകാര്യം ചെയ്യണം. അത് അല്ലെങ്കിൽ പണി കിട്ടും. അപ്പം നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം പിന്നെ നമ്മുടെ ഓരോ കാഴ്ചകൾ ഇങ്ങനെ കണ്ട് പോവാം. ഒരുപാട് കണ്ടാലും തീരത്തില്ല. അത്രയ്ക്ക് ഒരുപാട് കാഴ്ചകളോട് ഉണ്ട് കേട്ടോ. ഒരുപാട് നടക്കാനുണ്ട്. ഗ്ലോബൽ വില്ലേജിൽ വന്നാൽ 30 ദിർഹംസ് ആണ് കേട്ടോ ഇതിനകത്ത് കയറുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത്. അപ്പം നമ്മുടെ നാട്ടിലെ എനിക്ക് തോന്നുന്നു ഒരു 700-800 ആ ഒരു റേറ്റൊക്കെ വരും. പക്ഷെ വർത്താണ് കേട്ടോ. അതിനു വേണ്ടി കാണാനുണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. ദുബായിൽ വരുന്നവർ ഇത് ഒരിക്കലും മിസ് ചെയ്യരുത്. ഗ്ലോബൽ വില്ലേജ് ഐതുക്കുട്ടൻ ഉൾപ്പെടെ ടിക്കറ്റ് എടുക്കണം. 4 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും ഒരേ ടിക്കറ്റ് റേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നൈറ്റ് ആയിരുന്നു ഈ ഒരു ഗ്ലോബൽ വില്ലേജിൽ വന്നത്. അടിപൊളി കാഴ്ചകളായിരുന്നു, കാണാൻ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ദുബായ് ലൈഫ് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബാക്കി ദുബായിലെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം കാണാം. ഇതൊക്കെ കാണുമ്പോൾ ദുബായിലങ്ങ് സെറ്റിൽ ആയാലും എന്നൊരു ആഗ്രഹം അല്ലേ? എന്താ അല്ലേ, അങ്ങനെ സെറ്റിൽ ആവാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും